പുതിയ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ദൈവം നമുക്കായി കാത്തു വച്ചിരിക്കുന്നതോർത്ത് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. തനിമയിലേക്ക് എന്ന ഈ പഠന പരമ്പര നമ്മെ അതിനായിട്ട് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 23-ാം വാക്യം. യഹോവ ഭക്തി ജീവഹേതുകം ആകുന്നു, അതുള്ളവൻ തൃപ്തനായി വസിക്കും, അനർത്ഥം അവന് നേരിടുകയില്ല. ജീവിതത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? ഈ ലോകത്തിൽ ഒന്നും നമുക്ക് തൃപ്തി തരുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നില്ല. നമുക്ക് ചുറ്റുപാടുള്ളവർ നമ്മുടെ ആപത്ത് സമയത്ത് നമ്മെ സഹായിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്നു. നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ അത്യാവശ്യ വേളകളിൽ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ, എന്തെല്ലാം ആവശ്യങ്ങളുണ്ടെങ്കിലും അവയൊക്കെയും നിവർത്തിച്ച് തരുവാൻ ദൈവശക്തനാകയാൽ ദൈവത്തിൽ നമുക്ക് പ്രത്യാശയോടെ ആശ്രയിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. യഹോവ ഭക്തി ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? യഹോവ ഭക്തി ജീവഹേതുകമാണ്. ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അത് സഹായിക്കുന്നു. നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ചതാണല്ലോ. ദൈവത്തിൻ്റെ ദാനമായി ലഭിച്ച ജീവൻ നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ, പര്യാപ്തമാക്കുവാൻ ദൈവത്തിൻ്റെ ശക്തിയല്ലാതെ മറ്റൊന്നും ഇല്ല നമ്മളെ സഹായിക്കുവാൻ. ദൈവസഹായം, ദൈവ ആലോചന, ദൈവകൃപ ഇവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വിജയകരമായ ജീവിതം നയിക്കുവാൻ നമുക്ക് ആവശ്യമാണ്. ജീവഹേതുകമായ യഹോവ ഭക്തി, അതിന് എത്രമാത്രം പ്രാധാന്യമാണ് വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബ ജീവിതത്തിൽ നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. യഹോവ ഭക്തി വളരെ ശക്തിയുള്ളതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ ഒരു സംഭവമുണ്ടായി. ഹോസ്റ്റലിലെ വാർഡൻ ഒരു ദിവസം പ്രാർത്ഥനാ ഹോളിൽ ഞങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വളരെ സങ്കടത്തോടെ ഒരു എഴുത്ത് വായിച്ച് കേൾപ്പിച്ചു. ആ എഴുത്തിൻ്റെ സാരം വാർഡനെക്കുറിച്ച് പ്രിൻസിപ്പലിനെ ആരോ ധാരാളം ആവലാതികളും കുറ്റങ്ങളും കുറവുകളും എല്ലാം എഴുതിയിരിക്കുക. ഓമക്കത്ത ആരാ എഴുതിയതെന്ന് ആർക്കും അറിയത്തില്ല. ദൈവശക്തി വലുതാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന വാർഡൻ ദൈവസന്നിധിയിൽ 3 ദിവസം പ്രാർത്ഥനാപൂർവം ഉപവാസത്തോടെ കാത്തിരുന്നു. 3-ാം ദിവസം ദൈവം തന്നെ വാർഡനെ വെളിപ്പെടുത്തി കൊടുത്തു, ഇന്ന വ്യക്തിയാണ് ഈ എഴുത്ത് എഴുതിയത്. ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും എന്നിൽ ശക്തിപ്പെടുവാൻ ഈ സംഭവം കാരണമായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെയും സംഭവിക്കുമോ? ഊമക്കത്തെഴുതിയത് ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമോ? ഇത് സംഭവിച്ച കാര്യമാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന സത്യമാണ്. ഞങ്ങളുടെ ജീവിതം ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ഈ ഒരു സംഭവം കാരണമായി തീർന്നിട്ടുണ്ട്.
യഹോവ ഭക്തിയോടെ ജീവിച്ചാൽ ഉള്ള പ്രയോജനം എന്താണ്? തുടർന്ന് ഈ വാക്യത്തിൽ പറയുകയാണ്, യഹോവ ഭക്തിയുള്ളവൻ തൃപ്തനായി വസിക്കും. ജീവിതത്തിൽ ഈ ഭൂമിയിലെ ജീവിതം തൃപ്തിയോടെ ആയിരിക്കും. തനിക്ക് ലഭിക്കുന്നത് എന്താണോ, ലഭിക്കുന്ന വിഭവശേഷി അയൽക്കാരൻ്റെ അത്രയും കേമമായിരിക്കുകയില്ല. പക്ഷേ യഹോവ ഭക്തന് അറിയാം എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന്. ആ ആ ആവശ്യങ്ങളെ നിവർത്തിച്ച് തരുവാൻ ദൈവശക്തനാണ്. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. യഹോവ ഭക്തി നമ്മെ സംതൃപ്തിയുള്ള ജീവിതം നയിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുക. ധാരാളം ആവലാതികളും പരാതികളും നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് അവധിലേക്ക് നോക്കണ്ടല്ലോ. എന്നെ അറിയുന്ന ഒരു ദൈവം, ആ ദൈവം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, പ്രപഞ്ചത്തിൻ്റെ നായകനാണ്. എന്നെ സൃഷ്ടിച്ചവനും അന്ത്യത്തോടെ എന്നെ വഹിക്കുന്നവനും എൻ്റെ ദൈവമാണ്. ആ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരു അനർത്ഥവും ഭയപ്പെടാതെ ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ ദൈവഭക്തനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തൻ പാടിയതുപോലെ പറയുവാൻ സാധിക്കും, ദോഷമായിട്ട് ഒന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ട് എനിക്കൊന്നും ചെയ്യാത്ത ദൈവമാണ് എനിക്കുള്ളത്. പിന്നെ ഞാനെന്തിനാ ഭാരപ്പെടുന്നത്? എനിക്ക് എന്ത് ഒന്ന് ഭവിച്ചാലും അതൊന്നും ദോഷമായി തീരുകയില്ല എന്നുള്ള ഉറപ്പ് ഒരു ദൈവഭക്തന് ജീവിതത്തിൽ ഉണ്ട്. വീണ്ടും പറയുകയാണ്, അനർത്ഥം അവന് നേരിടുകയില്ല. ജീവിതത്തിൽ എന്തു വന്ന് ഭവിച്ചാലും അവയ്ക്കൊക്കെയും പോം വഴി ദൈവം തരുന്നു. അല്ലെങ്കിൽ അവയെ സഹിക്കുവാൻ ഉള്ള ദൈവകൃപ തന്ന് ദൈവം അനുഗ്രഹിക്കുന്നു. യഹോവ ഭക്തിയിൽ മുതിർന്നു വരുവാൻ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുവാൻ, ദൈവസ്നേഹമുള്ള പിതാവാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.